നമസ്കാരം, ടി ന്യൂസിലേക്ക് സ്വാഗതം. റേഷൻ വ്യാപാരികൾ സമരം അവസാനിപ്പിച്ചു. മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് സമരം അവസാനിപ്പിക്കുന്നതായി അറിയിച്ചത്. ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച് വിശദമായി പഠിച്ച ശേഷം കൂടുതൽ തീരുമാനമെടുക്കാമെന്നാണ് മന്ത്രി അറിയിച്ചത്. പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്ന റേഷൻ ഉടമകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. റേഷൻ ഉടമകളുമായി ഇന്നും ചർച്ച നടത്തിയിരുന്നു. ഇത് പരാജയപ്പെട്ടാൽ കടകളുടെ ലൈസൻസ് റദ്ദു ചെയ്യുമെന്നും സർക്കാർ അറിയിച്ചിരുന്നു. കൂടാതെ പോസ് മെഷീനുകളും പിടിച്ചെടുക്കുമെന്നും പറഞ്ഞിരുന്നു. ആവശ്യമായ കേന്ദ്രങ്ങളിൽ മൊബൈൽ വാഹനങ്ങളിൽ ഭക്ഷ്യധാന്യം എത്തിക്കുമെന്നും GV അനിൽകുമാർ വ്യക്തമാക്കിയിരുന്നു. ശമ്പള പരിഷ്കരണത്തിന് ഒഴികെ ബാക്കി എല്ലാ വിഷയങ്ങളിലും പരിഹാരം കണ്ടിട്ടുണ്ട്. ശമ്പള പരിഷ്കരണത്തിന് സമയം ആവശ്യമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. സമരക്കാരോട് ഒരു ശത്രുതയും ഇല്ലെന്നും സർക്കാരിന്റെ പരിഗണനയും ബാധ്യതയും ജനങ്ങളോട് മാത്രമാണെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുക എന്നതിനാണ് മുൻഗണന നൽകേണ്ടത്. അത് ചെയ്തില്ലെങ്കിൽ കടകൾ ഏറ്റെടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം അറിയിച്ചു. 256 റേഷൻ കടകൾ ഇന്ന് രാവിലെ 8 മണി മുതൽ പ്രവർത്തനം തുടങ്ങിയതായും ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. അടച്ചിട്ടിരിക്കുന്ന റേഷൻ കടകൾ ഏറ്റെടുക്കാനാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. ഉച്ചയ്ക്ക് ശേഷം ഇതിനുള്ള നടപടികൾ തുടങ്ങുമെന്നും എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. നാളെ മുതൽ സഞ്ചരിക്കുന്ന 40-ലേറെ മൊബൈൽ റേഷൻ കടകൾ നിരത്തിലിറങ്ങുമെന്നും അറിയിച്ചിരുന്നു. തുടർന്ന് നടത്തിയ ചർച്ചയിലാണ് സമരം ഒത്തുതീർപ്പാക്കിയത്.